നമസ്കാരം. ഇപ്പോൾ കിട്ടിയത് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. എന്നോടൊപ്പം കേൾവി പരിമിതരെ സഹായിക്കാൻ സോന ജുറിയം ചേരുന്നു. വിശദമായ വാർത്തകൾ നോക്കാം. കട്ടപ്പന ഇരട്ടക്കൊലപാതക കേസിൽ കൊല്ലപ്പെട്ട വിജയന്റെ ഭാര്യ സുമ അറസ്റ്റിൽ. സുമയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. സുമയെ കാഞ്ചിയാറിലെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് ചേരുന്നുണ്ട്. രാഹുൽ, തുടക്കം മുതൽ തന്നെ സുമയുടെ പങ്ക് പോലീസ് സംശയിച്ചിരുന്നതാണ്. ഇപ്പോൾ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ സുമയെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണല്ലോ. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെ? വിജയന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് സുമ മൂന്നാം പ്രതിയായിരുന്നു. മാനസികമായിട്ട് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഇവർ ഷെൽട്ടർ ഹോമിലായിരുന്നു. കഴിഞ്ഞ ദിവസം ഇവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. തുടർന്ന് കാഞ്ചിയാറിലെ വിജയനെ കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയ കാഞ്ചിയാറിലെ വീട്ടിലെത്തിച്ച് ഇവരെ തെളിവെടുക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് പോവുകയും ചെയ്തിരുന്നു. പിന്നാലെയാണ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ഇപ്പോൾ എന്തായാലും കടന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സുമയെ എന്തായാലും കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട്. സമയത്തിനകം മറ്റു നടപടികളിലേക്ക് പോവുകയും ചെയ്യും. ഈ കേസിൽ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ നവജാത ശിശുവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും പോലീസിന് തെളിവ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തെളിവ് കണ്ടെത്തണമെങ്കിൽ ഇനിയും പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങേണ്ടതുണ്ട്. അതിനാൽ തന്നെ സുമയെ ഉൾപ്പെടെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി വിശദമായിട്ടുള്ളൊരു തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകാനും പോലീസ് നീങ്ങുന്നുണ്ട്. ശരി. കട്ടപ്പന ഇരട്ടക്കൊലപാതക കേസിൽ കൊല്ലപ്പെട്ട വിജയന്റെ ഭാര്യ സുമ അറസ്റ്റിലായിരിക്കുകയാണ്. സുമയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. സുമയെ കാഞ്ചിയാറിലെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പും നടത്തിയിരുന്നു. രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് വാർത്തകൾ. മലപ്പുറത്ത് നടന്ന ഭരണഘടനാ സംരക്ഷണ റാലിയിലെ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിനെതിരെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ച് ബി.ജെ.പി. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ സുരേന്ദ്രനാണ് പരാതി നൽകിയത്. തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രിയെ വിലക്കണമെന്നും പരാതിയിൽ പറയുന്നുണ്ട്. സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് ചേരുന്നുണ്ട്. സമീർ, ഏത് സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയെ വിലക്കണം എന്ന പരാതിയുമായി ഇപ്പോൾ ബി.ജെ.പി. രംഗത്തെത്തിയിരിക്കുന്നത്? മലപ്പുറത്ത് നടന്ന ഭരണഘടനാ സംരക്ഷണ റാലിയിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിനെതിരെയാണ് നിലവിൽ പരാതിയുമായി ബി.ജെ.പി. രംഗത്ത് വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രി ഈ രാജ്യത്ത് കേന്ദ്ര സർക്കാർ മുസ്ലിങ്ങളെ രണ്ടാം തരക്കാരെ കാണാൻ ശ്രമിക്കുന്നു എന്നടക്കമുള്ള പരാമർശങ്ങൾ നടത്തിയിരുന്നു. ഇത് മുസ്ലിം സമുദായത്തിനിടയിൽ ഭയവും വെറുപ്പും വളർത്തുന്ന തരത്തിലുള്ള പരാമർശമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് നിലവിൽ ബി.ജെ.പി. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരിക്കുന്നത്. ബി.ജെ.പി. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ സുരേന്ദ്രനാണ് നിലവിൽ പരാതിയുമായി രംഗത്ത് വന്നത്. പരാതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ നിന്ന് വിലക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യമായി ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. പ്രവിത. ശരി. മലപ്പുറത്ത് നടന്ന ഭരണഘടനാ സംരക്ഷണ റാലിയിലെ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിനെതിരെയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ബി.ജെ.പി. സമീപിച്ചിരിക്കുന്നത്. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ സുരേന്ദ്രനാണ് പരാതി നൽകിയത്. വിവരങ്ങളാണ് സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്നും നൽകിയത്. കോൺഗ്രസ് 6ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. രാജസ്ഥാൻ, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ 5 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. നിതിൻ, പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ ഈ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ടോ? വിവരങ്ങൾ. അനുജ, രാജസ്ഥാനിലെ കോട്ട, അതോടൊപ്പം തന്നെ അജ്മീർ, ബിൽവാഡ, രാജ്സമന്ദ് എന്നീ മണ്ഡലങ്ങളും തമിഴ്നാട്ടിലെ തിരുനെൽവേലി സീറ്റുകളിലേക്കാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൽ രാജസ്ഥാനിൽ കോട്ടയിൽ ബി.ജെ.പി. വിട്ടുവന്ന പ്രഹ്ലാദ് ഗുഞ്ചലാണ് ഇപ്പോൾ സ്ഥാനാർത്ഥിയായി പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തന്നെ പ്രഹ്ലാദ് ഗുഞ്ചയിൽ ബി.ജെ.പിയിൽ നിന്ന് കോൺഗ്രസ് എത്തിയതിന് പിന്നാലെ വലിയ ചർച്ചകൾ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല, കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയിലടക്കം ഗുഞ്ചലിനെ ഈ സ്ഥാനാർത്ഥി ഉൾപ്പെടുത്തണമെന്നൊരു ആവശ്യമാണ് പ്രാദേശിക നേതൃത്വമടക്കം മുന്നോട്ട് വെച്ചത്. എന്തായാലും ഇതുകൂടി പരിഗണിച്ചാണ് ഇപ്പോൾ പ്രഹ്ലാദ് ഗുഞ്ചലിനെ ഇപ്പോൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മാത്രമല്ല, രാജ്സമന്ദ് കൂടാതെ അജ്മീർ, ബിൽവാഡ എന്നീ മണ്ഡലങ്ങളും തിരുനെൽവേലി സീറ്റിലുമാണ് കോൺഗ്രസ് ഇപ്പോൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. എന്തായാലും 6ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയിലും ഉത്തർപ്രദേശിലെ അമേഠി, അതോടൊപ്പം തന്നെ റായ്ബറേലി എന്നീ 2 സ്റ്റാർ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. ചർച്ചകൾ തുടരുന്നുണ്ടെന്നാണ് നേതൃത്വം വ്യക്തമാക്കുന്നത്. പക്ഷെ അപ്പോഴും ഈ പ്രധാനപ്പെട്ട 2 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാതെ ഒഴിച്ചിടുന്നതിൽ വലിയ അതൃപ്തി ഇപ്പോൾ ഒരു വിഭാഗം കോൺഗ്രസ് നേതൃത്വത്തിനിടയിലുണ്ട്. എന്തായാലും വേഗത്തിൽ തന്നെ ഈ അമേഠി, റായ്ബറേലി ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു പക്ഷേ മറ്റന്നാൾ കോൺഗ്രസിന്റെ അടുത്തഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ പട്ടികയിൽ അമേഠി, അതോടൊപ്പം തന്നെ റായ്ബറേലി ഈ 2 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും. രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ പേര് തന്നെയാണ് ഈ ഘട്ടത്തിലും സജീവമായി തന്നെ ഇരു മണ്ഡലങ്ങളിലും പരിഗണിക്കുന്നത്. നിതിൻ, അതോടൊപ്പം തന്നെ ഈ റായ്ബറേലിയിൽ ഇത്തരത്തിൽ ഈ
പ്രഖ്യാപനം വൈകാനിടയായ സാഹചര്യം എന്താണ്? ഈ രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയോ അല്ലെങ്കിൽ നെഹ്റു കുടുംബത്തിൽ നിന്നുള്ള ഇവർ തന്നെ മത്സരിക്കണം എന്നാണല്ലോ ആ പ്രദേശത്തെ കോൺഗ്രസ് പ്രവർത്തകരുടെ ആവശ്യം. എന്തുകൊണ്ടാണ് ഇപ്പോഴും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഈ മേഖലയിൽ വൈകുന്നത്? പ്രവിധ, ഉത്തർപ്രദേശിലെ PCC അധ്യക്ഷൻ ഇന്നും വ്യക്തമാക്കിയത് ഇരു നേതാക്കൾ, അതായത് രാഹുൽ ഗാന്ധി അമേഠിയിലും പ്രിയങ്ക ഗാന്ധി റായ്ബറയിലും മത്സരിക്കുമെന്നാണ് പ്രതീക്ഷ എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ നമുക്കറിയാം, റായ്ബറയിൽ നിന്നും സോണിയാഗാന്ധി ഇത്തവണ ലോക്സഭ ഒഴിവാക്കി രാജ്യസഭയിൽ എത്തിയപ്പോൾ തന്നെ റായ്ബറയിൽ മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധിയുടെ ഒരു ആവശ്യം പ്രാദേശിക തലത്തിലടക്കം ഉയർന്നിരുന്നു. അപ്പോഴും അമേഠിയിലും രാഹുൽ ഗാന്ധിയുടെ പേര് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വെച്ചത്. എന്നാൽ അമേഠി ഒഴിവാക്കി രാഹുൽ ഗാന്ധി വയനാട്ടിൽ മാത്രം മത്സരിക്കുമെന്ന ചില ചർച്ചകൾ അവിടെ നടന്ന ഒരു പശ്ചാത്തലത്തിൽ വലിയ അതൃപ്തി ഒരു വിഭാഗം നേതാക്കൾ ഉന്നയിച്ചിരുന്നു. കാരണം സ്മൃതി ഇറാനി പരസ്യമായി തന്നെ വെല്ലുവിളിച്ചിട്ടും രാഹുൽ ഗാന്ധി അതിൽ മത്സരിക്കാതെ പിന്മാറിയാൽ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ഒരു വിഭാഗം നേതാക്കൾ നൽകിയ മുന്നറിയിപ്പ്. ആ ഒരു പശ്ചാത്തലത്തിൽ രാഹുൽ ഗാന്ധി അമേഠിയിലും പ്രിയങ്ക ഗാന്ധി റായ്ബറിലും വേണം എന്ന് തന്നെയാണ് ആവശ്യം. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. ഇന്ന് കോൺഗ്രസ് അധ്യക്ഷൻ, അതായത് PCC അധ്യക്ഷൻ വ്യക്തമാക്കിയതും ഇരു നേതാക്കൾ ഉത്തർപ്രദേശിലേക്ക് എത്തും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ്. അതുകൊണ്ട് തന്നെ വൈകാതെ ഈ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന വിവരം. ശരി, നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്. കോൺഗ്രസ് 6ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. രാജസ്ഥാൻ, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ 5 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. പക്ഷേ പട്ടികയിൽ ഇത്തവണയും റായ്ബറയിലെയും അമേഠിയിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. 2020യുടെ മെഡിക്കൽ സ്റ്റോർ പ്രവർത്തനം തടഞ്ഞ റിട്ടേണിംഗ് ഓഫീസർ. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിന് ശേഷമായിരുന്നു സ്റ്റോറിന്റെ ഉദ്ഘാടനം. കിഴക്കമ്പലം നിവാസികൾ നൽകിയ പരാതിയിലാണ് ജില്ലാ കളക്ടറുടെ നടപടി. 80% വിലക്കുറവിലാണ് മരുന്നുകൾ വിതരണം ചെയ്തത്. വിനീത VG കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിനീത, 80% വിലക്കുറവെന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. എന്തായാലും നാട്ടുകാർ തന്നെ ഇടപെട്ട് പരാതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടല്ലോ. എന്താണ് വിശദാംശങ്ങൾ? പ്രവിത, ഈ മാസം 21-നാണ് ഈ 2020യുടെ തന്നെ ഭക്ഷ്യസുരക്ഷ സ്റ്റോറിനോട് ചേർന്ന് ഈ മെഡിക്കൽ സ്റ്റോറിന്റെ ഉദ്ഘാടനം നടത്തിയത്. 2020 ചീഫ് കോർഡിനേറ്റർ സാബു M ജേക്കബ് ആയിരുന്നു ഈ ഉദ്ഘാടനം നടത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ചട്ടം നിലവിൽ വന്നതിന് പിന്നാലെയാണ് ഈ മെഡിക്കൽ സ്റ്റോറിന്റെ ഉദ്ഘാടനം നടന്നതെന്നും ഈ 80% വിലക്കുറവിൽ മരുന്നുകൾ വിൽക്കുന്നത് വോട്ടർമാരെ സ്വാധീനിക്കാനാണെന്നും ചൂണ്ടിക്കാട്ടി ഈ കിഴക്കമ്പലത്തുള്ള പ്രദേശവാസികളാണ് പരാതിയുമായി ജില്ലാ കളക്ടറെ സമീപിച്ചത്. ഈ ജില്ലാ കളക്ടർ പരാതി വളരെ വിശദമായി പരിശോധിക്കുകയും പിന്നീട് സ്ഥലത്തെത്തി സ്ഥിതികൾ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നടത്തിയ പരിശോധനയിൽ ഈ മെഡിക്കൽ സ്റ്റോറിന്റെ ബില്ലിലും ഒപ്പം തന്നെ മെഡിക്കൽ സ്റ്റോർ പ്രവർത്തിക്കുന്ന ഈ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിലും ഇത്തരത്തിൽ 2020യുടെ ചിഹ്നം ഉപയോഗിച്ചിരിക്കുന്നതായും കണ്ടെത്തി. തുടർന്നാണ് ഈ മെഡിക്കൽ സ്റ്റോർ അതിന്റെ പ്രവർത്തനം തടഞ്ഞുകൊണ്ട് ജില്ലാ കളക്ടർ ഉത്തരവിട്ടിട്ടുള്ളത്. ഈ പെരുമാറ്റച്ചട്ട ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ ഉത്തരവിൽ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മെഡിക്കൽ സ്റ്റോർ താൽക്കാലികമായി അടച്ചുപൂട്ടാനും ജില്ലാ കളക്ടർ നൽകിയ ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ സോഷ്യൽ മീഡിയയിലടക്കം ഈ മെഡിക്കൽ സ്റ്റോറിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പോസ്റ്റുകളും അത് സംബന്ധിച്ചുകൊണ്ടുള്ള വീഡിയോകളും പിൻവലിക്കാനും ജില്ലാ കളക്ടർ NSK ഉമേഷ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രവിത, ശരി, 2020യുടെ മെഡിക്കൽ സ്റ്റോർ പ്രവർത്തനം തടഞ്ഞിരിക്കുകയാണ്. റിട്ടേണിംഗ് ഓഫീസർ. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിന് ശേഷമായിരുന്നു സ്റ്റോറിന്റെ ഉദ്ഘാടനം. അതോടൊപ്പം തന്നെ 80% വിലക്കുറവിലാണ് മരുന്നുകൾ വിതരണം ചെയ്തിരുന്നത്. വിനീത VG ആണ് വിവരങ്ങൾ നൽകിയത്. മദ്യനയ കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ സമൂഹമാധ്യമങ്ങളിൽ പിന്തുണ തേടി ആം ആദ്മി പാർട്ടി. കെജ്രിവാളിനെ പിന്തുണയ്ക്കുന്നതിനായി ആം ആദ്മി പാർട്ടി വെബ്സൈറ്റ് പുറത്തിറക്കി. രാജ്യത്തെ സംരക്ഷിക്കാനാണ് പോരാട്ടമെന്ന് മന്ത്രി അതിഷി വ്യക്തമാക്കി. ये होगी सभी आम आदमी पार्टी के नेताओं की और कार्यकर्ताओं की डीपी कि मोदी का सबसे बड़ा डर केजरीवाल है। तो मैं आज देश के सभी लोगों से अपील करना चाहती हूं कि आप अगर अरविंद केजरीवाल का समर्थन करते हैं, इस तानाशाही के खिलाफ जो लड़ाई है उसमें अपनी आवाज उठाना चाहते हैं। നിതിൻ അംബുജൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. നിതിൻ, ഈ വെബ്സൈറ്റിന്റെ പ്രവർത്തനം അത് എങ്ങനെയായിരിക്കും? പ്രവിധ, സമൂഹ മാധ്യമങ്ങളിലും ഇത്തരത്തിൽ കെജ്രിവാളിനെ പിന്തുണ തേടിക്കൊണ്ടാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി രംഗത്ത് വന്നിരിക്കുന്നത്. കെജ്രിവാളിന്റെ അറസ്റ്റ് പിന്നാലെ തന്നെ വ്യാപകമായ പ്രതിഷേധം തെരുവിലും അതോടൊപ്പം നിയമപോരാട്ടം നടത്തുന്നുണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ പിന്തുണ കൂടി ആം ആദ്മി പാർട്ടി ഉറപ്പാക്കുന്നത്. മോദി ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് അരവിന്ദ് കെജ്രിവാളിനെ എന്നൊരു പ്രചരണമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളടക്കം ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനായി പ്രത്യേകം ഒരു വെബ്സൈറ്റും അതോടൊപ്പം തന്നെ ഒരു DPയും തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് രാജ്യത്തെ എല്ലാ ജനങ്ങളും ഇത് DP ആക്കി അരവിന്ദ് കെജ്രിവാളിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കണം എന്നൊരു ആവശ്യമാണ്
ആണ് ആം ആദ്മി പാർട്ടി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. രാജ്യത്തെ സംരക്ഷിക്കാനുള്ള ഒരു പോരാട്ടത്തിനാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി തുടക്കം കുറിച്ചിരിക്കുന്നത്. അതിന് രാജ്യത്തെ എല്ലാ ജനങ്ങളുടെയും പിന്തുണ വേണമെന്നും ഇന്ന് അതിർഷി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. എന്തായാലും നിയമ പോരാട്ടത്തിനൊപ്പം സമൂഹ മാധ്യമങ്ങളുടെ പിന്തുണ തേടിക്കൊണ്ട് ഇത്തരത്തിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നാളെ പ്രധാനമന്ത്രിയുടെ വസതി ഖരാവ ചെയ്യുന്ന പ്രതിഷേധമുണ്ട്. അതിനുശേഷം ഈ മാസം 31-ന് ഇന്ത്യ സഖ്യത്തിന്റെ മഹാറാലിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത്തരത്തിൽ തെരുവിൽ പ്രതിഷേധം തുടരുമ്പോഴും സമൂഹ മാധ്യമങ്ങളും സമാനമായി തന്നെ ഈ പ്രതിഷേധം സംഘടിപ്പിച്ചുകൊണ്ട് മാത്രമല്ല ഈ ഐക്യദാർഢ്യം അത് കേജ്രിവാളിന് വലിയ പിന്തുണ തേടുന്ന ഒരു അഭ്യർത്ഥനയാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി നടത്തിയിരിക്കുന്നത്. എന്തായാലും ഇന്ന് അതിനൊരു വെബ്സൈറ്റ് തന്നെ ആരംഭിച്ചാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി തുടക്കം കുറിച്ചിരിക്കുന്നത്. നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ കിട്ടിയത് തുടരുന്നു. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയിൽ ഇഡി പിടിച്ചെടുത്ത യഥാർത്ഥ രേഖകൾ കൈമാറണം എന്നാണ് ആവശ്യം. നേരത്തെ സമാന ആവശ്യം കീഴ്ക്കോടതി തള്ളിയിരുന്നു. ഹർജിയിൽ ഹൈക്കോടതി ഇഡിയോട് നിലപാട് തേടിയിട്ടുണ്ട്. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, ഈ വിഷയത്തിൽ ഹൈക്കോടതി ഇഡിയോട് നിലപാട് തേടിയിട്ടുണ്ടല്ലോ. എപ്പോൾ നിലപാട് അറിയിക്കാനാണ് കോടതി പറഞ്ഞിരിക്കുന്നത്? ഈ ക്രൈംബ്രാഞ്ച് ഇത് ആദ്യമായല്ല കോടതിയെ സമീപിക്കുന്നത്. കരുവന്നൂർ കേസിൽ നേരത്തെ PMLA കോടതി, കലൂരിലുള്ള PMLA കോടതിയിൽ ഇതേ ആവശ്യം ഉന്നയിച്ച് ചെന്നെങ്കിലും ആ ഹർജി കോടതി തള്ളിയിരുന്നു. അതിന്മേലാണ് ഇപ്പോൾ അപ്പീൽ സമർപ്പിച്ചിട്ടുള്ളത്. ക്രൈംബ്രാഞ്ച് പറയുന്നത് ഇഡിയുടെ കൈവശമുള്ള ഒറിജിനൽ രേഖകൾ തങ്ങൾക്ക് തങ്ങളുടെ അന്വേഷണത്തിന്റെ ഭാഗമായി വേണം. ഫോറൻസിക് പരിശോധന അടക്കം ഇതിൽ നടത്താനുണ്ട്. പകർപ്പ് മാത്രം കിട്ടിയാൽ പോരാ, ഈ ഒറിജിനൽ തന്നെ വേണം എന്നാണ് അവരുടെ ആവശ്യം. അത് നേരത്തെ PMLA കോടതി തള്ളിയതാണ്. ഇന്നിപ്പോൾ അത് ഹൈക്കോടതിയിലെത്തി. ഇഡി അതിനെ എതിർക്കും എന്ന കാര്യം അറിയിച്ചിട്ടുണ്ട്. എന്തായാലും അവർ കൂടുതൽ സമയം തേടി. അടുത്ത തവണ കേസ് പരിഗണിക്കുമ്പോൾ അതിന് കൗണ്ടർ അഫിഡവിറ്റ്, എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാനാണ് ഇഡിയുടെ തീരുമാനം. ഈ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കെ കരുവന്നൂർ വിഷയത്തിൽ ഇഡി നടപടികൾ ശക്തമാക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. പിന്നാലെയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് വീണ്ടും അപ്പീലുമായി എത്തിയിട്ടുള്ളത്. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇഡി പിടിച്ചെടുത്ത യഥാർത്ഥ രേഖകൾ കൈമാറണം എന്നതാണ് ആവശ്യം. BJPക്കെതിരെ വെല്ലുവിളിയുമായി തൃണമൂൽ കോൺഗ്രസ്. TMC നേതാവ് അഭിഷേക് ബാനർജിക്കെതിരെ സുവേന്ദു അധികാരിയെ മത്സരിപ്പിക്കാനാണ് വെല്ലുവിളി. ഡയമണ്ട് ഹാർബർ മണ്ഡലത്തിലാണ് അഭിഷേക് മത്സരിക്കുന്നത്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, വലിയ വെല്ലുവിളിയാണോ? എന്താണ് BJPയുടെ നിലപാട്? പ്രവിത, ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും വാശിയേറിയ മത്സരം നടക്കുന്ന ഒരു സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. പശ്ചിമ ബംഗാളിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നു. ഒട്ടേറെ തൃണമൂൽ നേതാക്കൾക്കെതിരെ അന്വേഷണം നടന്നു വരുന്നുണ്ട്. BJP സന്ദേശ് ഖാലി അടക്കമുള്ള വിഷയങ്ങൾ സജീവ പ്രചരണമായി ഉയർത്തിക്കൊണ്ടുവരുന്ന ഘട്ടത്തിലാണ് BJPക്കെതിരെ വെല്ലുവിളിയുമായി തൃണമൂൽ കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുന്നത്. BJPയുടെ 5ാം ഘട്ട പട്ടിക പുറത്തിറങ്ങുമ്പോഴും ഡയമണ്ട് ഹാർബറിലെ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചിട്ടില്ല. ഡയമണ്ട് ഹാർബറിലാണ് തൃണമൂൽ കോൺഗ്രസിലെ മമതാ ബാനർജിയുടെ അനന്തരവനായ അഭിഷേക് ബാനർജി മത്സരിക്കുന്നത്. ഈ അഭിഷേക് ബാനർജിക്കെതിരെ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിയെ മത്സരിപ്പിക്കാനാണ് തൃണമൂൽ കോൺഗ്രസ് വെല്ലുവിളിച്ചിരിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് സുവേന്ദു അധികാരിയാണ് നന്ദിഗ്രാമിൽ എത്തി തന്നെ തോൽപ്പിക്കാൻ മമതാ ബാനർജിയെ വെല്ലുവിളിച്ചത്. ആ വെല്ലുവിളി ഏറ്റെടുത്ത മമതാ ബാനർജി നന്ദിഗ്രാമിൽ സുവേന്ദുവിനോട് ഏറ്റുമുട്ടിയെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. സമാനമായി തന്നെ ഒരു തിരിച്ചടി നൽകാനാണ് തൃണമൂൽ കോൺഗ്രസ് ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ അഭിഷേക് ബാനർജിയുടെ മണ്ഡലമായ ഡയമണ്ട് ഹാർബറിൽ എത്തി മത്സരിക്കാൻ സുവേന്ദുവിനെ വെല്ലുവിളിച്ചിരിക്കുന്നത്. ഇതിനോട് അതേസമയം BJP ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. ഡയമണ്ട് ഹാർബറിലെ സ്ഥാനാർത്ഥി അടുത്ത ഘട്ട പട്ടികയിൽ പ്രഖ്യാപിക്കും BJP. സുവേന്ദുവിനെ തന്നെ BJP ഇവിടെ നിയോഗിക്കുമോ എന്നുള്ളതാണ് എല്ലാവരും തന്നെ ഉറ്റുനോക്കുന്നത്. ശരി, എന്തായാലും BJPക്കെതിരെ വലിയ വെല്ലുവിളിയുമായാണ് തൃണമൂൽ കോൺഗ്രസ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. TMC നേതാവ് അഭിഷേക് ബാനർജിക്കെതിരെ സുവേന്ദു അധികാരിയെ മത്സരിപ്പിക്കാനാണ് വെല്ലുവിളി. കൊയിലാണ്ടി കണയങ്കോട് പുഴയിൽ ചാടി യുവാവ് ആത്മഹത്യ ചെയ്ത നിലയിൽ ബാലുശ്ശേരി ഭാഗത്തു നിന്നാണ് യുവാവ് എത്തിയത്. പാലക്കുളം സ്വദേശി രാജേഷാണ് മരിച്ചത്. രാഹുൽ സുരേഷ് കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. രാഹുൽ, ഇത് ആത്മഹത്യ തന്നെയെന്ന് പോലീസ് ഉറപ്പിക്കുന്നുണ്ടല്ലോ അല്ലേ? പ്രവിത, ഇന്നുച്ചയ്ക്ക് 1 മണിയോട് കൂടിയാണ് കൊയിലാണ്ടി കണയങ്കോട് യുവാവ് പുഴയിലേക്ക് എടുത്തു ചാടിയത്. സംഭവം കണ്ട ദൃക്സാക്ഷിയാണ് നാട്ടുകാരെയും ഒപ്പം തന്നെ അഗ്നിരക്ഷാ സേനയും പോലീസിനെയും വിവരം അറിയിച്ചത്.
എല്ലാവരും സംയുക്തമായി നടത്തിയ തെരച്ചിലിനൊടുവിൽ 1 മണിക്കൂറിന് ശേഷമാണ് മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. പാലക്കുളം സ്വദേശിയായ രാജേഷാണ് മരിച്ചതെന്നാണ് പോലീസ് ഈ ഘട്ടത്തിൽ പറയുന്നത്. മൃതദേഹം നിലവിൽ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലാണ് ഉള്ളത്. ഇൻക്വസ്റ്റ് നടപടികളും പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ ശേഷമായിരിക്കും മൃതദേഹം വിട്ടു നൽകുക. വ്യക്തിപരമായ കാര്യങ്ങളാണ് ഈ ആത്മഹത്യക്ക് പിന്നിലെന്നാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന സൂചന. ഈ ദൃക്സാക്ഷി പറയുന്നതനുസരിച്ച് ബാലുശ്ശേരി ഭാഗത്തു നിന്നും ഇയാൾ നടന്നു വന്ന ശേഷം കയ്യിലുണ്ടായിരുന്ന രേഖകളും ഫോണും ഉൾപ്പെടെ പാളത്തിൽ വെച്ച ശേഷമാണ് താഴേക്ക് എടുത്ത് ചാടിയിട്ടുള്ളത്. എന്താണെങ്കിലും ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം വിട്ടു നൽകും. പ്രവിത. ശരി. കൊയിലാണ്ടി കണയങ്കോടാണ് പുഴയിൽ ചാടി യുവാവ് ആത്മഹത്യ ചെയ്തത്. വിവരങ്ങളാണ് രാഹുൽ സുരേഷ് നൽകിയത്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഹോളി ആഘോഷം പുരോഗമിക്കുകയാണ്. മട്ടാഞ്ചേരിക്ക് പുറമെ ഉത്തരേന്ത്യക്കാർ തിങ്ങിപ്പാർക്കുന്നിടമാണ് കോഴിക്കോട് ഗുജറാത്തി സ്ട്രീറ്റ്. ഇന്നലെ ആരംഭിച്ച ഹോളി ആഘോഷങ്ങൾ തുടരുകയാണ്. രാഹുൽ സുരേഷ് ചേരുന്നുണ്ട് ഗുജറാത്തി സ്ട്രീറ്റിൽ നിന്ന്. രാഹുൽ, ആഘോഷങ്ങൾ എങ്ങനെ ഇവിടെ? പ്രവിത, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മാത്രമല്ല ഇങ്ങ് കേരളത്തിലും കോഴിക്കോടും ഹോളി ആഘോഷങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് ഗുജറാത്തി സ്ട്രീറ്റിലാണ്. ഇന്നലെ തുടങ്ങിയ ആഘോഷങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ കളറുകളെല്ലാം വാരി വിതറിക്കൊണ്ടും ഡാൻസ് കളിച്ചുകൊണ്ടും മധുരം പങ്കുവെച്ചുകൊണ്ടും ഒക്കെ അങ്ങനെ വിവിധ രീതികളിലാണ് ഹോളി ആഘോഷം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വർഷങ്ങളായി ഇവിടെ തന്നെ താമസിക്കുന്ന ആളുകളാണ് ഇവർ. പ്രത്യേകിച്ച് നാട്ടിൽ ഹോളി ആഘോഷത്തിനായി ഇവർ നാട്ടിലേക്കൊന്നും പോവാറില്ല. ഇവിടെ തന്നെ ഈ ഗുജറാത്തി സ്ട്രീറ്റിൽ തന്നെയാണ് ആഘോഷങ്ങളെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ആഘോഷത്തിന്റെ ഭാഗമായുള്ള പൂജാകർമ്മങ്ങളൊക്കെ മറ്റൊരു ഭാഗത്ത് നടക്കുമ്പോൾ ആളുകൾ ഇവിടെ ചായങ്ങൾ വാരി വിതറിക്കൊണ്ട് ആഘോഷിക്കുകയാണ്. എന്തൊക്കെയാണ് ഇത്തവണത്തെ പ്രത്യേകതകൾ? എല്ലാ കൊല്ലം നമ്മൾ ആഘോഷിക്കാറുണ്ട്. 10-150 കൊല്ലമായിട്ട് ഗുജറാത്തികൾ ഇവിടെ കോഴിക്കോട് ഹോളി ആഘോഷിക്കുന്നുണ്ട്. ഇക്കൊല്ലം അങ്ങനെ ആഘോഷിക്കുന്നുണ്ട്. നമ്മളെല്ലാ ആൾക്കാരും വൈകുന്നേരം കൂടിയിട്ട് എല്ലാവരും അങ്ങോട്ടും കളറിടുക, എല്ലാവരും ഒരേ മാതിരിയായി കാണാം. എന്നിട്ട് എല്ലാവരും ഭക്ഷണം കഴിക്കുക, രാത്രി എല്ലാവരും കണ്ടുപിടിക്കുക. സ്നേഹത്തിൻ്റെ ഒരു പരിപാടിയാണ് ഇത് ഹോളി. ഫെസ്റ്റിവൽ ഓഫ് കളേഴ്സ്. പൂജാകർമ്മങ്ങളൊക്കെ മറ്റ് ഒരു കർമ്മങ്ങൾ ഇന്ന് രാവിലെ ഹോളിക ദഹനം പറഞ്ഞ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ദഹനം ഹോളികാനി കത്തിക്കലാണ്. അത് കത്തിച്ച ശേഷമാണ് ഹോളി ആഘോഷിക്കേണ്ടത്. അപ്പൊ അതിന്റെ ചടങ്ങുകളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ പ്രത്യേകിച്ച് ഈ അവധി ദിവസം ആയതുകൊണ്ടാണ് ഇന്നലെ കുറെ ആൾക്കാർ ആഘോഷിച്ചു. കാരണം ഇന്നലെ ഞായറാഴ്ച ആയതുകൊണ്ട്. പക്ഷെ ശരിക്കും ഇന്നാണ് ഹോളി. ഓക്കെ, നിങ്ങൾ നാട്ടിലേക്ക് പോകാറില്ലല്ലോ, ഇവിടെ തന്നെയാണ് ആഘോഷം? ഇവിടെ എത്രയോ കൊല്ലങ്ങളായി ആഘോഷിക്കേണ്ട കാര്യം. ഇവിടുത്തെ ഹറം വേറെ എവിടെയും കിട്ടൂല. തീർച്ചയായിട്ടും കുട്ടികളും മുതിർന്നവരും അങ്ങനെ എല്ലാവരും ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ആഘോഷത്തിലാണ്. അതിന്റെ ഒരു തിമിർപ്പിലാണ്, അതിന്റെ വലിയ ആഘോഷങ്ങളിലാണ്. ഇവിടെ ജാതിയോ മതമോ അങ്ങനെ ഒന്നും തന്നെ വ്യത്യാസമില്ലെന്നാണ് ഇവരെല്ലാവരും പറയുന്നത്. പ്രവിത. ശരി, വലിയ ഹോളി ആഘോഷത്തിലാണ് കോഴിക്കോട്ടെ ഗുജറാത്തി സ്ട്രീറ്റിലുള്ളവർ. ഒപ്പം രാഹുൽ സുരേഷും. നോക്കാമിനി ഇപ്പോഴത്തെ കാലാവസ്ഥ. ഇതോടെ ഇപ്പോൾ കിട്ടിയത് പൂർണ്ണമാകും. ഇനി 100 വാർത്തകളുമായി 100 ന്യൂസിൽ ഗോകുൽ രവി എത്തും. നമസ്കാരം.